സോ കീം 2025 സ്റ്റുഡൻസിന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ലിസ്റ്റ് അല്ലെങ്കിൽ ഓപ്ഷൻസ് എങ്ങനെ തയ്യാറാക്കാം, അതേപോലെ തന്നെ പ്രൈവറ്റ് കോളേജ് സെലക്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീമിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കാൻ പറ്റും. കീമിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അത് നിങ്ങൾക്ക് എവിടെ കിട്ടും? ce.kerala.gov.in എന്ന സൈറ്റിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, കയറുക, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. ഞാനും എൻ്റെ ചാനലിൽ കൊടുക്കാം. നിങ്ങൾ ഏതൊക്കെ ബ്രാഞ്ചിന് വേണമെന്ന് കമൻറ്റ് ചെയ്യുക. കമൻസിന് എണ്ണം കൂടുതലുള്ള ബ്രാഞ്ചുകൾ നമ്മൾ ആദ്യം ഇടും, ഉറപ്പായിട്ടിടും, വെറുതെ പറയില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയുള്ള ഗവൺമെൻറ് കോളേജ്, അതേപോലെ തന്നെ സെൽഫ് ഫൈനാൻസിങ് കോളേജ്, ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജ്, ഈ 3 ടൈപ്പ് ഓഫ് കോളേജുകളിൽ ലാസ്റ്റ് റാങ്ക് എത്ര വന്നു, അതേപോലെ തന്നെ കൃത്യമായിട്ട് ഓരോ കാറ്റഗറി കാണിക്കും. ജനറൽ, അതേപോലെ തന്നെ ഇഴവ കാറ്റഗറി, അതേപോലെ തന്നെ SC/ST എല്ലാവർക്കും ഉള്ള ഒരുപാട് കാറ്റഗറി ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ്. അപ്പോൾ ആ കാറ്റഗറിൻ്റെ ഒക്കെ മുഴുവൻ ലാസ്റ്റ് റാങ്ക് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിലും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ഫസ്റ്റ് ബേസിക് റൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അത് വെച്ചിട്ടുള്ള കോളേജുകൾ നോക്കണം. അപ്പോൾ റാങ്ക് വന്നാൽ നമുക്ക് കൃത്യമായിട്ട് അത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിന് മുന്നേ നമുക്കൊരു അപ്രോക്സിമേറ്റ് ഐഡിയ വെച്ചിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിപ്പോൾ ഞാൻ പറയില്ല, ആരായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടോപ്പ് അറ്റ്ലീസ്റ്റ് ഒരു 20-25 മിനിമം 25 ഇപ്പം ജസ്റ്റ് തയ്യാറാക്കി വെക്കുക. 25 കോളേജ് ഇതിനകത്ത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് ഉണ്ടാവും, അതേപോലെ തന്നെ ഗവൺമെൻറ് കോളേജ് ഉണ്ടാവും, അതേപോലെ തന്നെ പ്രൈവറ്റ്. ഇനിയിപ്പോൾ എത്ര ടോപ്പ് റാങ്ക് കിട്ടാൻ പോകുന്നവരാണെങ്കിൽ ജസ്റ്റ് ഫ്രീ ആണെങ്കിൽ 25 കോളേജ് നോക്കുക. ഇനി ടോപ്പ് 100 അടിയിലോ ടോപ്പ് 1000 അടിയിലൊക്കെ വരുന്നവർക്ക് ചിലപ്പോൾ അത്ര വേണ്ടി വരില്ല. എന്നാലും ഞാൻ പറയാം 25 കോളേജ് ലിസ്റ്റ് ഇപ്പോൾ തയ്യാറാക്കാം. വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കല്ലോ, വെറുതെ ഇരിക്കല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു. ഇനി പ്രൈവറ്റ് കോളേജിൻ്റെ ഇഷ്യൂസും ബാക്കി സ്റ്റെപ്സും പറയുന്നതിന് മുന്നേ ഹൈലി യൂസ്ഫുൾ ആയിട്ടുള്ള വാട്സപ്പ് ബോട്ട് ജസ്റ്റ് നോക്കാം, തിരിച്ചു വരിക. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്ത ലിങ്ക് വെച്ചിട്ട് കോളേജ് ദോസ്തിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ബോട്ടിലെത്താം. നിങ്ങളുടെ റാങ്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ റാങ്ക് പ്രെഡിക്റ്റർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏത് കോളേജിൽ അപ്രോക്സിമേറ്റ്ലി കിട്ടുന്നത് കണ്ടുപിടിക്കാം. സോ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എൻറോൾ ചെയ്യാം. ഓക്കെ, കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മിനിമം 25 കോളേജ് ലിസ്റ്റ് റാങ്ക് വരുന്നതിന് മുന്നേ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ചിട്ട്. ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിവ്യൂസ് നോക്കുക. റിവ്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ചാടിക്കയറി കോളേജിൽ പ്ലേസ്മെൻ്റ് ഉണ്ട് അത് മാത്രം കയറി നോക്കുക. 100% പ്ലേസ്മെൻറ്റ് ഒരിക്കലും വിശ്വസിക്കരുതെന്നു. പ്ലേസ്മെൻറ്റ് മാത്രമല്ല നമ്മുടെ മൈൻഡ് സെറ്റ്. നമുക്ക് അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആ കോളേജിൻ്റെ ക്യാമ്പസ് ലൈഫ്, അതേപോലെ തന്നെ അവിടെ ഒരു ആവറേജ് പ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ, എത്ര ക്യാമ്പസ് ഇൻഫ്രാസ്ട്രക്ചർ വലിപ്പമുണ്ട്, ആവശ്യം കാര്യങ്ങൾ, ലാബ് ഫെസിലിറ്റീസ്, അവിടെ പുതിയതായിട്ട് വരുന്ന നിങ്ങൾക്ക് ഉള്ള ക്ലബ്ബുകൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ട് നോക്കുക. അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് കോൺടാക്ട് എ സീനിയർ. ഓക്കെ, കോൺടാക്ട് എ സീനിയർ. അവിടുത്തെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പറയുകയാണെങ്കിൽ അതും എസ്പെഷ്യലി അവിടുന്ന് പാസ് ഔട്ട് ആയ ആളെ നമ്പർ കിട്ടിയാൽ അത്രയും നല്ലത്. ഓക്കെ, റീസെൻ്റ് ആയിട്ട് പാസ് ഔട്ട് ആയാളുടെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലത്. ഓക്കെ, അതും കൂടി നിങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി പറയാൻ പോകുന്ന പ്രൈവറ്റ് കോളേജ് സെലക്ട് ചെയ്യാൻ പോകുന്ന പിള്ളേർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കേരളത്തിൽ ഏത് പ്രൈവറ്റ് കോളേജ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, എന്തായാലും അവിടെ സ്ട്രിക്ട്നെസ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൻ്റെ യാതൊരു ഫ്രീഡം അവിടെ പ്രതീക്ഷിക്കരുത്. ദർ വിൽ ബി സ്ട്രിക്ട്നെസ് ആൻഡ് ഇറ്റ് വേരീസ് കോളേജ് ഫ്രം കോളേജ്. എന്നുവെച്ചാൽ കോളേജ് ടു കോളേജ് അത് വേരി ചെയ്യും. ഓരോ കോളേജിലുള്ള അതേ സ്ട്രിക്ട്നെസ് ആയിരിക്കില്ല വേറെ കോളേജിൽ. ID കാർഡൊക്കെ ഇടുന്ന വരും. ചിലപ്പോൾ ID കാർഡ് കണ്ടാലേ ഗേറ്റിന് കയറ്റുള്ളൂ, പുറത്തിറങ്ങുന്ന പെർമിഷൻ വാങ്ങേണ്ടി വരും, വെറുതെ തോന്നിയ പോലെ ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഓരോ കോളേജ് ഡിഫറൻസ് ആണ്. പ്രൈവറ്റ് കോളേജ് വെരി ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കുക. പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന പിള്ളേർ എന്തായാലും ശ്രദ്ധിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഫീസിൻ്റെ കാര്യം എന്തായാലും മിനിമം ഒരു ഫീസ് ഒരു 70K ഒക്കെ പെർ ഇയർ ഉണ്ടാവും. 70K കൂടാം, ചിലപ്പോൾ തൊട്ട് താഴെയാവും. അപ്പം ഫീസിൻ്റെ കാര്യം അത്യാവശ്യം നല്ലോണം ഫീസ് ഉണ്ടാവും. ഇത് കൂടാതെ ഹോസ്റ്റൽ ഫീസ്, മെസ് ഫീസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വേറെയും വരും. കോളേജിലെ വേറെ ബുക്സും കാര്യങ്ങളും ചിലവ് അത് വേറെയും വരും. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ പ്രൈവറ്റ് കോളേജ് സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നന്നായിട്ട് അന്വേഷിക്കുക. അത് ഫീസ് അന്വേഷിക്കുക, അതേപോലെ തന്നെ ക്യാമ്പസ് ലൈഫ് മെയിനായിട്ട് അന്വേഷിക്കുക. പ്ലേസ്മെൻറ്റ് പിന്നീട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ അവിടെ ഉണ്ടോ, സ്ട്രിക്ട്നെസ് എങ്ങനെയുണ്ട്, അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കണം. എന്നിട്ട് നമ്മൾ പ്ലേസ്മെൻറ്റും കൂടി കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ പ്ലേസ്മെൻറ്റ് മാത്രം നോക്കുന്നവർക്ക് അതും നോക്കാം. അപ്പോൾ കോളേജിനെ കുറിച്ച് കൂടുതൽ അറിയണം, നിങ്ങൾ എന്തായാലും സീനിയറിനെ ഇപ്പോഴേ കോൺടാക്ട് ചെയ്യണം. പലരും ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷേ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ വർക്ക് ചെയ്തില്ലെങ്കിൽ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല. വൺസ് യു എൻ്റർ ഇൻ ടു എ കോളേജ് അറ്റ്ലീസ്റ്റ് ഒരു 1 സെമസ്റ്റർ 2-3 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് വരണമെന്നൊക്കെ തോന്നുമ്പോൾ നിങ്ങൾ വല്ലാതെ ട്രാപ്പിലായിരിക്കും.
നിങ്ങളുടെ ഫീസൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടും, കൊടുത്ത പൈസ തിരിച്ച് കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് ആലോചിക്കുന്നതിന് നല്ലത് ഇപ്പോഴേ വർക്ക് എടുത്ത് നല്ല കോളേജിലെത്തുക. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, പ്രൈവറ്റ് കോളേജ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ മൈൻഡ് ചെയ്യുക. അതേപോലെ തന്നെ ഏത് കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകണമെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് 25 കോളേജിന് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. ഓക്കെ, നിങ്ങൾ എപ്പോഴും ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് കോളേജ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോകാൻ താല്പര്യമുള്ള കോളേജ്, സെക്കൻഡ് എന്ത് ചെയ്യുക, സെക്കൻഡ് ഇങ്ങനെ ഓർഡർ കുറച്ച് പോവാം. ഒരു കാര്യം, നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല എന്നൊക്കെ വിചാരിക്കുന്ന കോളേജൊക്കെ എന്തായാലും ഫസ്റ്റിലേക്ക് കൊടുക്കുക. കാരണം വെച്ചാൽ ചിലപ്പം കൊടുത്തിടുന്നതിന് നമുക്ക് നഷ്ടമൊന്നുമില്ല. മേ ബി എന്തെങ്കിലും ട്വിസ്റ്റും നടക്കാൻ പോകുന്നില്ല, അത് വളരെ വ്യക്തമായിട്ട് പറയാം. പക്ഷേ നമുക്കറിയില്ല, നമ്മളെക്കാളും റാങ്ക് കുറഞ്ഞവർ ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നീറ്റിന് പോകാൻ ജയിക്കും. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിരിക്കും. അപ്പോൾ എന്തായാലും നോക്കാം. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.